ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് എനിക്ക് പനിയായിരുന്നു. നേരം കൊണ്ടാണ് കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നത്. അതാണ് കേട്ടോ. പിന്നെ ഇന്നൊരു ഗെറ്റഡി വിത്ത് മീ വേഴ്സസ് സ്കൂൾ വ്ളോഗാണ്. അപ്പം സ്കൂളിൽ നിന്ന് വെച്ചിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റഡി വിത്ത് മീ ആണ്. അപ്പോൾ ക്ലാസ്സിനും കാര്യങ്ങളും അല്ല, ബുക്ക് വാങ്ങിക്കാനാണ്. അപ്പോൾ നമുക്ക് പോകണം, വീഡിയോ എടുക്കാം. സോറി കുറേ ദിവസമായിട്ട് വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ എനിക്ക് പനിയായിരുന്നു. ഞങ്ങളൊട്ടുണ്ടായിരുന്നു കട്ട് ആദ്യം നമുക്ക് ക്ലെൻസ് ചെയ്ത് തുടങ്ങാം. ക്ലെൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു ഫേസ് വാഷ് ഇട്ട് മോൻ കഴുകാം. പിന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഹെയർ ബോ വരാം. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഹെയർ ബോ നോക്കാം. ബിക്കോസ് ഇത് ഇവിടെ വരുള്ളൂ, എനിക്കെത്തില്ല. അതുകൊണ്ട് ഈ ഹെയർ ബോ ഇല്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ മാമാർത്തിൻ്റെ വിറ്റാമിൻ സി ലൈറ്റ് അടിച്ചിട്ട് മാമാർത്തിൻ്റെ വിറ്റാമിൻ സി ഫേസ് വാഷാണ് തല തിരിഞ്ഞിട്ടേക്കുന്നത്. അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഡെർമക്കോളജിയിൽ ടെസ്റ്റഡാണ്. നല്ല ഇത് ഇച്ചിരി ഇതിൻ്റെ മണം അത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ആസിഡിൻ്റെ മണമൊക്കെ തോന്നും. പക്ഷേ അത് കുഴപ്പമുണ്ടാവില്ല. അത് കുറേ നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സ്മെല്ല് റെഡി ആയിക്കോളും. എനിക്ക് ലെമണിൻ്റെ സ്മെല്ലാണ്. കറക്റ്റ് ലെമണല്ല, ഒരു ഇനത്തിൽ മരുന്ന് കുത്തിക്കിട്ടുള്ള സ്മെല്ല്. ബട്ട് ഇപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ കൂടുതലെടുക്കും. ആവശ്യമില്ല. ഞാൻ പോയി നമുക്ക് എഴുതിയിട്ട് ഓക്കെ. ഡ്രസ്സ് ഞാനിങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരുടെ ഡ്രസ്സ് ഡ്രസ്സിന് വൈപ്പ് ചെയ്തേക്കാം. കൽബിലെത്തി ഇനി നമുക്ക് മേക്കപ്പിലോട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സും ഉണ്ട്. ഞാനത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഞാൻ അലോവേറ ജെല്ലാണ്. ഇത് സ്മെല്ലില്ലാത്ത നല്ല അലോവേറ ജെല്ലാണ്. തീരെ സ്മെല്ലില്ല, കളറിലാണ്. കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുത്തതാണോ വെച്ചാൽ അല്ല. ഞാൻ അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് നമ്മൾ കളറൊക്കെ ഇടയിട്ടുണ്ടായിരുന്നു. ഇത് കുടുംബശ്രീയിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ലതാണ്, നല്ലതാണ് കളർ പോലും. ഞാനൊരു കുഞ്ഞ് മോയ്സ്ചറൈസർ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ എല്ലാം കൂട്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ ക്രീം കൊള്ളാറുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ മോയ്സ്ചറൈസർ പോലെ എന്നാൽ പിന്നെ അതൊരു ഫൗണ്ടേഷനായി. ഫസ്റ്റ് ഫേസ് എങ്ങനെ ക്ലൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തുള്ള ഡേറ്റിയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു റീഫ്രഷിങ്ങും പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും മുഖത്ത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അലോവേറ ജെല്ലാണ് മോയ്സ്ചറൈസറായി എടുക്കാറുള്ളത്. പിന്നെ മാമാർത്തിൻ്റെ ലോഷനാണ്. മുഖത്തും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോഷനാണ്. അപ്പോൾ ഞാനത് ആ ലോഷനും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ മുന്നേ ഷോർട്സിൽ പ്രമോഷനാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് കാലിൽ പിഗ്മെൻറ്റേഷൻ വരുമ്പോൾ തേക്കാമെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് അതിൻ്റെ അകത്ത് മാത്രമേ ഞാൻ മറന്നു വരും. ഭയങ്കര സ്പീഡാക്കിയാൽ എനിക്ക് ഷോർട്സ് ആക്കി ഇടാൻ പറ്റുള്ളൂ. അതാണ് ഇത് മുഖത്തും കൂടെ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി എടുക്കാൻ മതി. ഒരിത്ര മതി കേട്ടോ. പറയേണ്ട ആളെ ഇത് മാമാർത്തിൻ്റെ ആണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. ഫേസൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാൻ ഇവന്മാർ ഹെൽപ്പ് ചെയ്യും. ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസ് നമുക്ക് അത് നമ്മുടെ ഫ്രണ്ട് ഭവി ആയിരുന്നു. അതിന് ഗൈസ് ഭവി ഒരിക്കലല്ലോ വാങ്ങുന്നത്. അത് നമ്മുടെ യൂട്യൂബിലെ പുതിയ വീഡിയോ വെച്ചു. നല്ല സ്മെല്ലായിട്ടായിരുന്നു. നല്ല സ്മെല്ലാണ്. നമ്മളത് ഓവറാക്കി ചാളാക്കുന്നില്ല മേക്കപ്പ്. പിന്നെ ഇത് സൺസ്ക്രീനാണ് ഗൈസ്. പുതിയ സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അല്ല, വേറൊരു ഓറഞ്ച് കളർ. എനിക്കതിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഇതാണ് ഓറഞ്ച് കളർ പേര്.
നമ്മൾ 2 ഫിംഗർ റോളാണ് എടുക്കുന്നത്. ഇങ്ങനെ പാടാം. ടു ഫിംഗർ റോൾ സ്റ്റാർട്ട് എടുക്കാൻ നോക്കട്ടെ. 2 ഫിംഗർ ഇതാണെങ്കിലും പക്ഷേ കിട്ടിയത് ഇവിടെയാണ്. നമുക്ക് 3 ഫിംഗറും കൂടെ എടുക്കാനുള്ളതുണ്ട്. ഓക്കെ, ഞാൻ വെച്ച് 3 ഫിംഗർ എടുക്കാം. ഇതിനാ വെറുതെ വളരെ വേസ്റ്റ് ആക്കുന്നത്. സൺ പ്രൊട്ടക്ഷനെ മസ്റ്റാ കൈക്കൊക്കെ തേച്ച് ഇച്ചിരി ഇതിലുള്ളതാണ്. ബൈക്കാസ്റ്റുള്ള പ്രൊഡക്റ്റാണ്. ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും സംഭവം പിന്നെ കൈമിലിങ്ങനെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ടേസ്റ്റിലാണ്. അപ്പം ഞാൻ മുകളിൽ ചെയ്യില്ലെങ്കിൽ വിചാരിച്ചിട്ട് തരും. ഞാൻ മുകളിൽ ചെയ്യാൻ പറ്റി കൈ വെച്ചിട്ട് വിചാരിച്ചാണ് ഇവിടെ ഇത്തിരി ഊതുമുട്ടി. പിന്നെ നമ്മൾ 3 ഫിംഗർ റോൾ ഞാൻ ആദ്യമായിട്ടാണ്. 2 ഫിംഗർ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. പക്ഷേ 3 ഫിംഗർ ആയിട്ടാണ്. നമുക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. ഇത്തിരി മതി. ഡാസ്ലറിൻ്റെ എ സിയോ തൽക്കാലം വേണ്ട. ഞാൻ എ സി ഇട്ടില്ലല്ലോ. എ സി ഇട്ടില്ല. ഇല്ലമ്മേ, ഇല്ല. വെറുതെ പറയാ എ സി ഇട്ടെന്നൊക്കെ. നോക്കി നോക്ക് നിങ്ങൾ വേണമെങ്കിൽ. എ സി ഇട്ടുണ്ടോ? നോ, നിങ്ങൾ ഒന്നാക്കാൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാ. സ്പ്ലിറ്റ് ഇല്ലമ്മേ, ഞാൻ സ്പ്ലിറ്റ് ചെയ്തോളാന്ന്. നിങ്ങൾ വന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തോളാന്ന്. ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് എൻ്റെ സ്കിൻ? അടിപൊളിയല്ലേ? നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ ഫ്രണ്ട്സേ. കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞങ്ങളൊരിക്കൽ സ്റ്റോപ്പ് ക്രീമൊന്നും യൂസ് ചെയ്യല്ലേ എന്ന് പ്രമോക്ക് വേണ്ടി അതൊക്കെ യൂസ് ചെയ്തിട്ട് ശരിക്കും അറിയില്ല. അതൊക്കെ പ്രമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചതാണ്. മിക്സ് ചെയ്യുന്നതൊക്കെ ഇപ്പം എൻ്റെ നമ്മുടെ ചൈനീസിലൊക്കെ കിട്ടുന്നത്. പക്ഷെ നാട്ടിലൊക്കെ കിട്ടാൻ എന്നൊക്കെ കണ്ണും കൂടി ആയിരിക്കും. ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ട് നോക്കി അല്ലേ റെഡിയാവില്ല.
ഫേസ് നോക്കും എങ്ങനെയുണ്ട് കാണാൻ പ്രയത്നം പോലെ കിഴിയിട്ട് ഗൈസ് അല്ലെങ്കിൽ എന്ത് കൊണ്ടു മറിയേ ഗൈസ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോയി ഡ്രസ്സ് ഇട്ട് തരാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങളവിടെ സ്കൂൾ വ്ളോഗാണ് സ്കൂൾ പറ്റുകയാണെങ്കിൽ എടുക്കാം, ബട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊരു ശരിക്കും ഹലോ ഗൈസ്, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ നമുക്കൊരു വീഡിയോ എടുക്കാൻ സ്ഥലത്ത് പോകാൻ സ്കൂളിൽ പോകാനുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിനെ കൊണ്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും സപ്പോർട്ടഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ അമ്മയും അച്ഛനും സപ്പോർട്ടഡ് ആണ്. വീണ് പോകണ്ടല്ലോ വയസ്സ് ഇച്ചിരി താഴ്ത്തിരിക്കും. ഞാൻ മൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇന്ന് എൻ്റെ ഫസ്റ്റ് കണ്ണ് ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തില്ലായിരുന്നോ, ആ വീഡിയോത്തെ കണ്ണ് ഞാൻ ഒരു സൈഡിലേക്കായിട്ട് നോക്കുന്ന വേണ്ട അത് നോക്കണ്ട, അത് ഇപ്പോൾ റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ഞാനിങ്ങനെ നേരെ നോക്കുമ്പോൾ ഉണ്ടാവും അത് ക്യാമറയുടെ ഈ ഒരു ക്യാമറ ഭാഗമല്ലേ അവിടേക്ക് നോക്കാണ്ട് ഞാനിങ്ങനെ നേരെ മുന്നിലോട്ട് നോക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഞാനിപ്പോൾ കാണിച്ചില്ല, നേരെ മുന്നിലോട്ടാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അപ്പം അങ്ങോട്ട് നോക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. പക്ഷേ ഞാൻ മാക്സിമം നിങ്ങളെ ഈ ഒരു ക്യാമറയിലേക്ക് എന്താണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഐഫോണിൽ രാത്രി ബ്ലറാണല്ലോ, അതുകൊണ്ട് ഐഫോൺ രാത്രി ബ്ലറാണ്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ ഐഫോണല്ല സാംസങ് ഗാലക്സി M31 ഫോണാണ്. ആ ഫോൺ മാറ്റി അമ്മ പുതിയ ഫോൺ മേടിച്ചു, ഐഫോൺ 6 15 എന്നല്ല 13 13. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ബുക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ബുക്കെല്ലാം കാണിച്ചിടാം. ആദ്യം തന്നെ ഈ ഒരു ബുക്കാണ്. തല തിരുത്തി പോയി. ഈ ഒരു ബുക്കാണ്. ഞാൻ ജസ്റ്റ് ഇതിനുള്ളൊന്ന് കയറ്റി വയ്ക്കട്ടെ, നിങ്ങൾ കണ്ടു. ഇങ്ങനെ എടുത്തിട്ട് എല്ലാം അങ്ങ് ഉള്ളിലോട്ട് കയറ്റി ഇത് മാത്രം പറ്റില്ല. ഇച്ചിരി അടുത്തേക്ക് ഹലോ മുന്നോട്ട് ഇരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ചാണ്ടിരിക്കാൻ പറ്റില്ലടാ. ഇങ്ങനെയാണോ അവിടെ പോയി ഇത് നേരെ നിൽക്കൂല. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത് ഫസ്റ്റ് ബുക്കാണ്. ഈ ബുക്കിൻ്റെ ഇത് മോറൽ സയൻസ് ആണ്. ഇത് ചുളിഞ്ഞു, എനിക്കിഷ്ടമില്ല അങ്ങനെ ആവുന്നത്. ഇത് മോറൽ സയൻസ്. ഞാൻ താഴോട്ട് വയ്ക്കാം. അമ്മേ പോണ് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതെന്താണ് ഇങ്ങനെ പോണത്? അപ്പം റെഡിയാവോ? എന്നാലും ഇല്ല, ചെറിയൊരു പൊക്കണ്ടമ്മേ. ഇതാ പോകണം ഈ താത്തൻ്റെ, എന്നാലും അത് പോകുന്നത് എന്തുവായത്? ഇപ്പോൾ റെഡിയായോ? ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് വിചാരിക്കാം. അപ്പം ഇത് മോറൽ സയൻസിൻ്റെ 4ാം ക്ലാസ്സിലെ ബുക്കാണ്. ഞാൻ ഈ 4ലേക്കാണ് 4ത്തിലേക്ക്. അപ്പം ഇത് 4ത്തെ ബുക്കാണ്. ഡു നോട്ട് വെറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ ഒന്ന് വായിച്ചതാണ്. കണ്ടോ? ഇത് മറ്റേ ഹാരി പോട്ടറും ജിമ്മനൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ ജിമ്മന? ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് പേജ് ഇങ്ങനെ കണ്ടില്ല. അത് ലാസ്റ്റ് പേജ് ഇതാണ്. ഹൗ വെൽ ക്യാൻ യു കണ്ടെയ്ൻസ് മാച്ച് ദ പിക്ചർ വിത്ത് ദ ഷാഡോ. അപ്പം ഇതിനകത്തുള്ള തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാനാണ് ഇവർ പറയുന്നത്. നമുക്ക് സ്കൂൾ ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 എന്തെങ്കിലും ആവട്ടെ, നമുക്കത് ആവശ്യമില്ല. മൈക്ക് തിങ്ക് ബേണ്ടോ അത് എനിക്ക് വായിക്കാറില്ലത്. പിന്നെ ലൈഫ് സ്കിൽസ് ഉണ്ട്. ലേണിംഗ് അഡ്വെഞ്ച് അതൊന്നും വായിക്കാറില്ല. 4ാം ക്ലാസ് വെച്ചിട്ട് കുട്ടിക്ക് വായിക്കാറില്ല.
പേഴ്സണൽ ഞാൻ യൂട്യൂബിനെ കുറിച്ചൊരു കാര്യം പറയാം എന്നാണ്. അതേ യൂട്യൂബിൻ്റെ കാര്യം പറയാൻ വേണ്ടി പറയാണ്. മൈക്ക് റെഡിയാൻ പറ്റിയ അത് അത്യാവശ്യം ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബുക്ക്. എങ്ങനെയുണ്ട് കളവോ? നമ്മുടെ ഫസ്റ്റ് ബുക്ക് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ്. നമുക്ക് സെക്കൻഡ് ബുക്ക് നോക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്, കമ്പ്യൂട്ടർ. ഇതിൻ്റെ പുറം ഭയങ്കര നമുക്കിങ്ങനെ സോഫ്റ്റായിരുന്നു, പക്ഷേ ഭയങ്കര ക്യൂട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടൊരു ഗ്ലേസിങ് പോലെ, നല്ല ഗ്ലേസിങ് ആണ്. പെട്ടെന്ന് കീറിപ്പോകും. എല്ലാ പേജസും അങ്ങനെയില്ല, കുറച്ച് പേജസ് മാത്രമാണ് അങ്ങനെ. ഇവിടേക്ക് വരുന്ന പേജസൊക്കെ സാധാ പേജസാണ്. ഇതിങ്ങനെ പുതിയ ബുക്കാനെ കൊണ്ട് അങ്ങനെ വീണു സാലോട്ടെ. വിൻഡോസ് 10 ഒക്കെ ഞാൻ ഓൾറെഡി പഠിച്ചതാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് വേണ്ട ഗൈസ്. നമ്മുടെ ഈ ബുക്കും കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ബുക്കും നോക്കാം. നെക്സ്റ്റ് നമ്മുടെ പോരായ്മ ഹിന്ദി മാമൻ. ഹിന്ദി മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ് ഗൈസ്. ഹിന്ദി മാമൻ ഹിന്ദി ഏറ്റവും നല്ല മാതൃഭാഷയാണ് നമ്മുടെ. ഇത് നിങ്ങൾക്ക് അറിയുമോ? ഈ കഥ എന്ന് വെച്ചാൽ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു സിംഹം കിടക്കുന്നുണ്ടായിരുന്നു. ആ സിംഹത്തിനെ വെറുപ്പിക്കാനായിട്ട് ഈ ഒരു മുയൽ പോയി അതിൻ്റെ മുകളിൽ ചാടി കളിച്ചു. അപ്പം ഈ സിംഹം എണീച്ചിട്ട് പറഞ്ഞ് നിന്നെ കൊല്ലും ഞാൻ. അപ്പോൾ പറയും കൊല്ലല്ലേ അതൊക്കെ പറയും. എന്നിട്ട് ഇവനൊരു സിംഹമേ ഒരു വലയിനുള്ളിൽ കൊണ്ടുവന്ന് കാണാൻ പറ്റില്ല. എന്നിട്ട് അയ്യോ എന്ന് വിളിക്കും. അപ്പോൾ ഈ എലികളെല്ലാം വന്ന് കട്ട് ചെയ്യും. അതാണ് സുഹൃത്തിൻ്റെ എന്തോ സംഭവമാണ് ഇവർ പറയുന്നത്. അതാണ് എൻ്റെ അകത്തുള്ളത്. ഇയാളാണ് ഗൈസ്. കണ്ടിട്ട് മറ്റേ കൊല്ലുന്ന ആൾക്കാരെ പോലെയാണല്ലോ ഇതിൻ്റെ പോടാ. എനിക്കിതൊക്കെ ഒരു സ്വാഭാവികമാണ് ഗൈസ്. നോക്കിയേ ചുമ്മി പ്രായത്തിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും. ഗൈസ് ഭയങ്കര ഗാർഡനറൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് അത് കോടാലി ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്സിലും ഒക്കെ ഉണ്ടല്ലോ എൻ്റെ ഭഗവാനേ. നമ്മളെ ഹിന്ദി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വർക്ക്ഷീറ്റാണ് ഇത്. പേളിൻ്റെ വർക്ക്ഷീറ്റ് തന്നെയാണ്. വർക്ക്ഷീറ്റ് പിന്നെ ഒന്നും കാണിക്കാനില്ലല്ലോ. അതറിയാണ്ട് വീണ് പോയതാട്ടോ. പിന്നെ നമ്മുടെ ഈ കുട്ടീനെ ഇതെല്ലാം മലയാളം ടെക്സ്റ്റിലും ഈ ഒരു കുട്ടീനുണ്ട്. മലയാളം പിന്നെ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെയാണ് ഗൈസ്. അമ്മന്നൊക്കെ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഗൈസ് ഞാൻ കമ്മിയൊക്കെ പഴുത്തതാണ്. ഇപ്പോൾ വരെ അമ്മേനെ കുറിച്ച് എന്താ എഴുതാൻ വരെ ഞാൻ എഴുതും. നല്ല വീട്, നല്ല രസമുണ്ട്. ഇത് വിഷുവിൻ്റെ എന്താണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വിഷുവിൻ്റെ മയിൽപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലയാളം കൂട്ടനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് പേളിൻ്റെ സെമസ്റ്റർ 1 ആണ്. ഇംഗ്ലീഷും മാത്സൊക്കെ ഉള്ളത്. അത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസാണ്. ഇത് ഇംഗ്ലീഷ്, ഇത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. ഇത് മാത്സ്. അതുതന്നെയാണ് ഇതും. എല്ലാം സേവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.